തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPയുടെ പിന്തുണയോടെ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു. കോൺഗ്രസിലെ AM നിതീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ 25 വർഷമായി LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഭരണമാണ് UDF പിടിച്ചെടുത്തു. വിവരങ്ങളുമായി സാരംഗ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സാരംഗ്, ഏതായാലും നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒളിഞ്ഞിരുന്നതാണ് ഇപ്പോൾ മറനീക്കി തന്നെ പുറത്തു വരികയാണ്. SDPയും BJPയുമായും അടക്കം സഖ്യം ഉണ്ടാക്കി പലയിടങ്ങളിലെയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും. എന്താണ് ഇന്നിവിടെ ഈ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ നടന്നത്? എങ്ങനെയായിരുന്നു അവിടുത്തെ കക്ഷിനില? ജിജു, നേരത്തെ നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് BJPയുമായുള്ള ഒരു സഖ്യം ചേരൽ. എന്നാൽ ഇപ്പോൾ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് SDPയുമായാണ് സഖ്യം ചേർന്നിട്ടുള്ളത്. പ്രധാനമായും കോൺഗ്രസിലെ AM നിതീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതായത് കഴിഞ്ഞ 25 വർഷമായിട്ട് LDFന്റെ കോട്ടയായിരുന്നു ഈ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത്. അതായത് LDF ആയിരുന്നു അവിടെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഭരിച്ചിരുന്നത്. ഈ ഭരണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വർഗീയ സംഘടനയായിട്ടുള്ള SDPയുടെ 2 സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ 2 മെമ്പർമാരുടെ പിന്തുണയോടെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിലവിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കുന്നംകുളം മേഖലയിലെ തന്നെ പ്രധാന പഞ്ചായത്തുകളിൽ ഒന്നാണ് ചൊവ്വന്നൂര്. അത്തരത്തിൽ വലിയ പ്രസിദ്ധമായിട്ടുള്ള പഞ്ചായത്താണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും LDFന്റെ നേതൃത്വത്തിൽ മികവുറ്റ ഭരണമാണ് ഈ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഈ നിതീഷിന് SDPയുടെ 2 അംഗങ്ങളുടെ പിന്തുണയാണ് ലഭിച്ചത്. നിലവിലെ കക്ഷിനില ഇങ്ങനെയാണ്: LDFന് 6, UDFന് 5, SDPക്ക് 2. ഈ 2 മെമ്പർമാരുടെ പിന്തുണ UDFന് ലഭിച്ചു. അങ്ങനെ അവിടെ ഒറ്റകക്ഷിയായി UDF വന്നു. 7 മെമ്പർമാരുടെ പിന്തുണയോടെ ഒറ്റകക്ഷിയായി UDF വന്നു എന്നുള്ളതാണ്. അതേസമയം BJPക്ക് ഒരു കക്ഷി ഉണ്ടായിരുന്നു. ഈ കക്ഷി വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു എന്നുള്ള കാര്യമാണ് പുറത്ത് വരുന്നത്. വോട്ടെടുപ്പിൽ SDPI അംഗങ്ങളായ ഷാമില കബീറും അതുപോലെ തന്നെ ഷഹീദ് എന്ന് പറയുന്ന ആളുമാണ് UDFന് വോട്ട് ചെയ്ത് UDFനെ അധികാരത്തിൽ എത്തിച്ചതെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് 25 വർഷത്തെ ഇടതു ഭരണം തകർക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ബോധ്യവുമില്ലാതെ വർഗീയ സംഘടനയായ SDPയുടെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിലൊരു വലിയ അട്ടിമറി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വലിയ ചർച്ചകളായിരുന്നു കോൺഗ്രസിന് ഈ SDPയുമായുള്ള ബന്ധം. അത് സംസ്ഥാന തലത്തിലടക്കം വലിയ ചർച്ചകളായിരുന്നു. പല ഇടങ്ങളിലും കോൺഗ്രസ് ഇത്തരത്തിൽ SDPയുടെ വോട്ട് വാങ്ങി അല്ലെങ്കിൽ SDPയുടെ പിന്തുണയോടെ കൂടി ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാലും ഈ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ അട്ടിമറിയാണ് നടന്നിട്ടുള്ളത്. അതിനുവേണ്ടി രാഷ്ട്രീയ ബോധ്യം പോലും മറന്നുകൊണ്ട് SDPയുടെ പിന്തുണ, അതായത് ഒരു ഭാഗത്ത് BJPയെ പിന്തുണ. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.